ഹായ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു യൂസ്ഡ് OnePlus 13 ആണ്. ഇതിൻ്റെ ബോക്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് കളർ ഓപ്ഷനിൽ വരുന്ന 12GB റാമും 256GB മെമ്മറിയുമുള്ള ഓപ്ഷനാണെന്ന് കാണാം. വെറും 1.5 മാസം മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈ ഫോണിൻ്റെ ബാക്കി 10 മാസത്തോളമുള്ള വാറൻറ്റിയോടക്കം ലഭ്യമാണ്. നമുക്കാദ്യം ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. OnePlusൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് കവർ ഇതിനോടൊപ്പം അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണാണ് കാണാവുന്നത്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 100 വാട്ട്സ് പവർ വരുന്ന പവർ അഡാപ്റ്ററും ടൈപ്പ് A to ടൈപ്പ് C കേബിളും ഇതിനോടൊപ്പം അവൈലബിൾ ആണ്. OnePlus കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മോഡലാണ് ഇപ്പോൾ ഈ കാണുന്ന OnePlus 13 എന്ന മോഡൽ. ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ഈ വീഡിയോയുടെ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ OnePlus 13 എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായി ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിന് വരുന്നത്. നല്ല ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. പെട്ടെന്ന് തന്നെ അത് അൺലോക്ക് ആവുന്നുണ്ട്. ഫേസ് ID നോക്കിക്കഴിഞ്ഞാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. OnePlusൻ്റെ ഓക്സിജൻ OS എന്ന UIയിലാണ് ഇത് വരുന്നത്. ഇത് നല്ല ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസീവ് ആയിട്ടുള്ള UI തന്നെയാണ്. അധികം ബ്ലോട്ട് വേസ് ഒന്നുമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള UI. ഹോം സ്ക്രീനിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വിഡ്ജറ്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാറും ക്വിക്ക് പാനൽ സെറ്റിങ്സും കാണാൻ വേണ്ടിയിട്ട് ടോപ്പ് കോർണറിൽ നിന്ന് സ്വൈപ്പ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ആപ്പുകൾ ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്ത് നോക്കാം. 12GB റാം ഉള്ളത് കൊണ്ട് തന്നെ എത്ര ആപ്പ് ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്താലും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഉള്ളത്. ഒട്ടും തന്നെ ലാഗില്ല. ഡ്യുവൽ സിം മോഡലായതിന് 2 ഫിസിക്കൽ സിമ്മോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിമ്മ് പ്ലസ് 1 ഇ സിമ്മ് ആയി യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൽ വരുന്ന ഇൻഫ്രാറെഡ് പോർട്ട് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഹോം അപ്ലയൻസിൻ്റെ റിമോട്ട് കൺട്രോളായും നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈഡിലുള്ള റിംഗർ ബട്ടൻ്റെ ഫംഗ്ഷനും വളരെ സ്മൂത്ത് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് പലവിധ മോഡ്സ് കാണാൻ സാധിക്കും. ഫോട്ടോ, വീഡിയോ, മാസ്റ്റർ. ഈ മാസ്റ്റർ എന്നുള്ളത് ഒരു തരത്തിലുള്ള പ്രോ ഫംഗ്ഷനാണ്. പ്രോ ക്യാമറ സെറ്റപ്പാണ് അത്. അതുപോലെ തന്നെ കൂടുതൽ മോഡ്സും ഇവിടെ മോർ ഓപ്ഷനിൽ കാണാം. നൈറ്റ്, ഹൈ റെസൊല്യൂഷൻ, സ്ലോ മോഷൻ എന്നിങ്ങനെയുള്ള പലവിധ മോഡ്സ് കാണാൻ സാധിക്കും. ഈ ക്യാമറ സെറ്റപ്പ് ഉപയോഗിച്ച് 0.6 സൂമുള്ള അൾട്രാ വൈഡ് ഫോട്ടോസും 3x ഒപ്റ്റിക്കൽ സൂമുള്ള പോർട്രേറ്റ് ഫോട്ടോസും 120x വരെയുള്ള ഡിജിറ്റൽ സൂമുള്ള ഫോട്ടോസും നമുക്കിതിലൂടെ എടുക്കാൻ സാധിക്കുന്നതാണ്. OnePlus 13ൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളെടുക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനും വരെ ഇതുപോലുള്ള പല വിധത്തിലുള്ള വാട്ടർമാർക്സ് ആഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ആ വാട്ടർമാർക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത ചില ഫോട്ടോസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് എങ്ങനെയുണ്ടെന്ന് കാണാം. കൂടുതൽ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് TRC മലയാളം എന്ന ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാവുന്നതാണ്. സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന 4K 60fps റെസൊല്യൂഷനിലുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ബെസിലൊന്നുമില്ലാത്ത സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള വീഡിയോ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓഡിയോ പ്ലേബാക്കിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. എത്രത്തോളം ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സ്നാപ്ഡ്രാഗൻ്റെ പവർഫുൾ ചിപ്സെറ്റായ 8 Eliteഉം 12GB റാമും ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേറൊരു ലെവലാക്കുന്നുണ്ട്. ഏറെ നേരം കളിച്ചാലും ഒട്ടും തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്നുള്ളതും ഒട്ടും തന്നെ ലാഗും
ഫ്രെയിം ഡ്രോപ്സും ഇല്ല എന്നുള്ളതും ഇതിനെ ഒരു പെർഫെക്റ്റ് ഗെയിമിംഗ് ഫോണായിട്ട് തന്നെ മാറ്റുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ പെർഫോമൻസും വീഡിയോ പ്ലേബാക്കും കൺട്രോൾ ചെയ്യാനുള്ള ഗെയിമിംഗ് മോഡും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഒരു സ്ക്രീൻ ഗാർഡ് കമ്പനി കൊടുത്തിട്ടുള്ളതിനാൽ വേറെ സ്ക്രാച്ചസോ ഒന്നും സ്ക്രീനിൽ ഇതുവരെ ഇല്ല. എന്നാൽ ഇത് വെറുമൊരു സ്ക്രീൻ ഗാർഡ് മാത്രമാണ്. വേണമെങ്കിൽ ഒരു നല്ലൊരു ടാമ്പേർഡ് ഗ്ലാസ് ഇതിൽ വേണമെങ്കിൽ ഒട്ടിക്കാവുന്നതാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ക്രീനാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഒരുവിധ വൈറ്റ് ഡോട്ട്സോ അതോ ബ്ലാക്ക് ഡോട്ട്സോ ഇതിൽ വന്നിട്ടില്ല. ഒരുതര ഇഷ്യൂസും ഇതിൻ്റെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ല. ബ്ലാക്ക് കളറിലുള്ള അലൂമിനിയം സൈഡ് പാനൽസും നല്ല മികച്ചൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് നൽകുന്നത്. അതിനും യാതൊരുവിധ സ്ക്രാച്ചസോ ഡെൻറ്റോ ഒന്നും തന്നെ കാണുന്നില്ല. നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ഫോൺ തന്നെയാണ്. ബാക്ക് പാനൽസും അതുപോലെ തന്നെ ക്യാമറയുടെ ലെൻസും നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഒരു ബ്രാൻഡ് ന്യൂ ലുക്കിൽ തന്നെയാണ് ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബോക്സിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള OnePlusൻ്റെ ഒറിജിനൽ ബാക്ക് കവറും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫോണിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ യാതൊരുവിധ കുറവും അത് വരുത്തുന്നില്ല. സോ ഓൺലൈൻ സൈറ്റുകളിൽ 64,000 രൂപ മുതൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫോണിന് നിങ്ങൾക്ക് വെറും 55,000 രൂപയ്ക്ക് സ്വന്തമാക്കുവാൻ താഴെ കാണുന്ന സെല്ലൻട്രിക് എന്ന മൊബൈൽ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക്